ഇത്രയൊക്കെയാണെങ്കിലും ഇതിന് കുറേയേറെ പ്രിഡേറ്റേഴ്സ് ഉണ്ട്. സാധാരണ ഒരു 50-100 കൂടുകളുള്ള സമയത്ത് ഏകദേശം ഒരു 10% മാത്രം കൂടുകളേ ഉള്ളൂ സർവൈവ് ചെയ്യാറുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ അത് മുട്ടയും കുഞ്ഞുങ്ങളെയൊക്കെ അതിൻ്റെ അകത്തൂടെ തന്നെ തെറിച്ച് താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട്. അതൊരു വലിയ പ്രശ്നം. പിന്നെ പാമ്പുകൾ ഓപ്പൺ സ്ഥലത്തല്ലേ ഇവരിങ്ങനെ കൂട് കൂട്ടിയേക്കുന്നത്. അപ്പോൾ പാമ്പുകൾക്കെല്ലാം കാണാനും പറ്റും, നല്ല സൗണ്ടാണ്. അപ്പോൾ പാമ്പുകൾ വന്നിട്ട് ഇതിൻ്റെ കൂടിൻ്റെ അകത്ത് കയറി കുഞ്ഞുങ്ങളെ എടുക്കാറുണ്ട്. എലികളും ഈ തൂക്കണാങ്കുരുവിയുടെ ഒക്കെ കൂട് കയ്യേറാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ലോങ് ടൈൽ ട്രീ മൗസ്, മരത്തിലൊക്കെ താമസിക്കുന്ന ഒരു എലിയുണ്ട്. അത് ഈ കൂടിൻ്റെ അകത്ത് കയറിയിട്ട് മുട്ടയൊക്കെ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ എലി ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് താമസിക്കുന്നതൊക്കെ കുറേ പേര് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും വളരെ സങ്കടകരമായ കുറേ കാഴ്ചകൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം ഒന്ന് ഓർത്ത് നോക്കി, ചില സമയത്തൊക്കെ ഈ ഒരു നെസ്റ്റ് തൂക്കണാങ്കുരുവിയുടെ കൂടെ അവിടെ ഉണ്ട്, അതിൻ്റെ അകത്ത് ഫീമെയിലുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ചിലപ്പോൾ ഈ ഫീമെയിൽ അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ അടുത്തുള്ള മെയിൽസൊക്കെ വന്നിട്ട് അവർക്ക് ദേഷ്യമാണ് ഇങ്ങനെ ഒരു കൂടുള്ളത്, അവർ ആ കൂട് മേളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് താഴോട്ട് വീഴും. ചില സമയത്ത് ഈ കൂടിൻ്റെ അകത്തൊക്കെ കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ മുട്ടയൊക്കെ ആയിട്ടിരിക്കുന്ന ആ കുഞ്ഞും തൊള്ളയും എല്ലാം കൂടെ കൂട്ടി അവർ കൂട് അതുപോലെ കടിച്ച് താഴെയിടും. ആ മെയിൽ അടുത്തില്ലാത്ത സമയത്ത് കൂട് കടിച്ച് താഴെ ഇട്ടിട്ട് ആ കൂടും കുഞ്ഞുങ്ങളും താഴെ വീണ് ഇങ്ങനെ ചത്തുപോകാറുണ്ട്. ഇങ്ങനെ പലതരം പ്രിഡേറ്റേഴ്സിനെ അതിജീവിച്ച് വേണം ഈ തൂക്കണാങ്കുരുവിക്ക് സർവൈവ് ആകാൻ. അതാണ് ഞാൻ പറഞ്ഞത്, 100 കൂടുകളുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു 10% മാത്രം അല്ലെങ്കിൽ ഒരു 10 കൂടുകളിലെ കുഞ്ഞുങ്ങൾ മാത്രമേ വെളി വരികയുള്ളൂ സർവൈവ് ആയിട്ട്.